ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ട് പോകുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ കുറേ അധികം നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി മനസ്സുരുകിയ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ, ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊരു കോഴ്സോ കാര്യങ്ങളോ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടാനായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായ ഗ്രോത്തോ അല്ലെങ്കിൽ ഒരു അറിവോ ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു മനസ്സുരുകിയ പ്രാർത്ഥനകൾക്കാണെന്നുണ്ടെങ്കിലും നീറുന്ന ആ ഒരു വേദനകൾക്കാണെന്നുണ്ടെങ്കിലും എന്താണ് വരുന്ന മാറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജിയിൽ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസ് എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിംഗ് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സ്ക്രീനിലാണെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണെന്നുണ്ടെങ്കിലും നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നിങ്ങൾ അട്രാക്ട് ചെയ്യുകയാണ് എന്നുള്ള രീതിക്ക് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് പെന്റക്കിൾസ്, the hanged man, seven of swords, nine of wands, six of cups, ace of cups, two of pentacles, the lovers, justice, six of swords, two of wands, nine of pentacles, the magician, six of wands, knight of pentacles, the sun energy, death and rebirth. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ ഒരു എനർജി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ചതികളിലൊക്കെ അകപ്പെട്ടിട്ടുണ്ട്. ഒരു ചതിയല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഒന്നിലധികം ചതിയിൽ. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ചീറ്റിങ്ങിൽ അകപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മറ്റെവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് അവിടെയും ചീറ്റിങ്, ഒന്നിലധികം സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലവരുടെ കേസിൽ ചിലവർക്ക് ഒരു സാഹചര്യത്തിൽ മാത്രമായിരിക്കാം. എല്ലാ രീതിയിലും നിങ്ങൾ തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥ. ഒരു നീതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ കൊണ്ടൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷയുടെ കണിക, ആ ഒരു കണികയിൽ പിടിച്ചാണ് നിങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇവിടെ പറയേണ്ട ഒരു കാര്യം, കർമ്മപരമായിട്ട് നിങ്ങൾക്ക് ഒരു മോശപ്പെട്ട സമയമായിരുന്നു, അല്ലെങ്കിൽ കാർമികമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടിയിരുന്ന കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ കർമ്മ, അതായത് ആ ഒരു ബാഡ് ആയിട്ടുള്ള കർമ്മകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ പൂർണ്ണമായിട്ടും അവസാനിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കൊരു റീബർത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട്
നിങ്ങളുടെ ആ ഒരു മനസ്സുരുകിയ പ്രാർത്ഥനകൾക്കൊക്കെ നിങ്ങൾക്കൊരു അനുഗ്രഹങ്ങൾ കടന്നു വരാനായിട്ട് പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പാടുപെടുന്നുണ്ട്. മറ്റുള്ളവര് നിങ്ങളുടെ ഇമോഷൻസ് അറിയരുതെന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അത് സാഹചര്യം കൊണ്ട് പറ്റാതെ വരുന്നുണ്ടായിരിക്കാം. എല്ലാവരുടെയും മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കരഞ്ഞു പോകുന്നൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അതിനെയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ചിരുന്ന വ്യക്തിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്ക് തിരിച്ചടികൾ ചതിയുടെ രൂപത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പണമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ ചതി അകപ്പെട്ടിട്ടുണ്ടായിരിക്കാം. മറ്റു ചിലവർക്ക് ഒരുപാട് കടങ്ങളൊക്കെ കേറി financially നിങ്ങൾ ഭയങ്കരമായിട്ട് struggle ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു രീതിക്ക് നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് അതനുസരിച്ച് വരുമാനം വരുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉയർച്ചയില്ല. അന്നന്നത്തെ കാര്യങ്ങൾ മാത്രം കടന്നു പോകുന്നുണ്ടോ? അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു cycle ൽ തന്നെയാണ് നിങ്ങൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെയിൻ കാര്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ comfort zone ൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. കാരണം ഈ ഒരു spread ൽ വന്നിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിനെയെല്ലാം ഒതുക്കി നിങ്ങൾക്ക് അത് സാധിക്കില്ല എന്നുള്ള രീതിക്ക് നിങ്ങളുടേതായ ഒരു കൂട്ടിൽ നിങ്ങൾ തന്നെ സ്വയം ഇരിക്കുന്ന അവസ്ഥയാണ്. അതോടൊപ്പം past ൽ നിങ്ങൾ ഇപ്പോഴും stuck ആണ്. അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് move on ആയിട്ടില്ല. മനസ്സുകൊണ്ടൊക്കെ നിങ്ങൾ പല രീതിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് വീണ്ടും നിങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ പലപ്പോഴും ചലിച്ചു പോകുന്നുണ്ട്. എപ്പോഴും എപ്പോഴും എന്തെങ്കിലുമൊക്കെ situations വരുമ്പോൾ past ലെ കാര്യങ്ങളുമായിട്ട് വെച്ച് connect ചെയ്യുക. നേരത്തെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, വീണ്ടും അങ്ങനെ സംഭവിക്കും. ആ ഒരു fear നിങ്ങളുടെ ഉള്ളിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു past എന്ന ഭാരവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന കുറേയധികം വ്യക്തികളുടെ energy നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു situation ലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെയെല്ലാം release ചെയ്യുക എന്നുള്ളതാണ് universe ആദ്യമേ നിങ്ങളോട് പറയുന്നത്. കാരണം അങ്ങനെ നിങ്ങൾ release ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് attract ആവുകയുള്ളൂ. അതാണ് നിങ്ങളുടെ comfort zone എന്ന് പറയുന്നത്. ആ ഒരു comfort zone ൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം. കുറച്ച് നിങ്ങൾ ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളെയും സമീപിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഇവിടെ ഒരു transformation ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. നിങ്ങൾ ഒരുപാട് വേദനകളിൽ ഇങ്ങനെ മുങ്ങിത്താണ് നിൽക്കുമ്പോൾ നിങ്ങൾ തല ഉയർത്തി നോക്കുന്നില്ല. നിങ്ങൾക്ക് തല ഉയർത്തി നോക്കിയാലായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് hope, അതായത് ആ ഒരു പ്രതീക്ഷയുടെ കിരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷങ്ങളും സമൃദ്ധികളും ഒക്കെ കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. ഇത് ചിലവരുടെ കേസിലാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല. കാരണം നമുക്ക് രണ്ട് മൂന്ന് രീതിയിലാണ് എനർജി വന്നിരിക്കുന്നത്. ചിലവരുടെ കേസിൽ ഇപ്പോഴും നിങ്ങൾ നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി തോട്ട്സ് ഒക്കെ ആദ്യം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവിക്കുന്ന ആ ഒരു വേദനകൾക്ക് മനസ്സുരുകിയ പ്രാർത്ഥനകൾക്കാണെന്നുണ്ടെങ്കിലും നീറുന്ന വേദനകൾക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫാമിലി ലൈഫ് ഒക്കെ നിങ്ങൾക്ക് തകർന്നു പോയിട്ടുണ്ടായിരിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ. ഓടി ഓടി നിങ്ങൾക്ക് തന്നെ മടുത്തു. ഇപ്പൊ നിങ്ങൾ എല്ലാ രീതിക്കും stuck ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു clarity ഒട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു situation ലേക്കാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ unexpected ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് changes ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഓരോ spread ആയിട്ട് തന്നെ എന്തായാലും പറഞ്ഞു വരാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന page of cups ന്റെ energy ആണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്നേഹബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പ്രാർത്ഥനകൾ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ നിങ്ങളുടെ എല്ലാവിധ വേദനകളും അർപ്പിച്ച് പ്രാർത്ഥനകളോ വഴിപാടുകളോ എന്നുവെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നവരാണോ? അങ്ങനെയൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന എനർജി മജീഷ്യൻ ആണ്. എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ഇതുവരെ മുന്നോട്ടേക്ക് പോയത് ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കടന്നു വരാൻ പോകുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പൊ അതിനെ accept ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ proper ഒരു communication ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു manifestation ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു doubts ഓ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ mind നെ അലട്ടരുത്. നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് focus ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ focus ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഇടയ്ക്കിടയ്ക്ക് മനസ്സ് വ്യതിചലിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു person ഈ ഒരു സമയം
നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു കാലങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു നൊസ്റ്റാൾജി എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തില് ലവേഴ്സ് എനർജിയാണ്. ഭയങ്കരമായ ഒരു അട്രാക്ഷൻ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് അവരുടെ ഹൃദയത്തിലെ ആ ഒരു യഥാർത്ഥമായ ജെന്യുവിൻ ആയിട്ടുള്ള ആ ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് തരണമെന്നും നിങ്ങളുടെ ബന്ധം ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ വീണ്ടും എഫേർട്ട് എടുത്ത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ പോലും പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകണം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് മാറുകയാണ്. കാരണം അവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഇവിടെ ഒരു വ്യത്യസ്തത കൈവന്നു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു നീതി നൽകണം എന്നൊരു ചിന്തയൊക്കെ നിങ്ങളുടെ പേഴ്സൺ എനർജിയിൽ മാറ്റങ്ങളായിട്ട് കടന്നു വരികയാണ്. അപ്പൊ ഇവർക്ക് ഈ ഒരു രീതിയിലേക്ക് എനർജി ചേഞ്ച് വന്നിരിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ മനസ്സുരുകിയ വേദനകളും പ്രാർത്ഥനകളും തന്നെയാണ്. എല്ലാ രീതിക്കും നിങ്ങൾക്കൊരു റീബർത്ത് ആണ്. ഒരു പുതിയ ജീവനാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പൂർണ്ണമായും നശിച്ചു പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒന്നും ലഭിക്കില്ല, ജീവിച്ചേ മടുത്തു എന്നൊക്കെ രീതിയിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു പുനർജന്മം വരാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് സൺ എനർജിയാണ്, ഒരു പ്രകാശം കടന്നു വരാൻ പോകുന്നു. എല്ലാ രീതിക്കും നിങ്ങൾ വിജയിക്കാൻ പോകുന്നു. തോറ്റുപോയി എന്ന് കരുതിയ സ്ഥലത്ത് നിന്നും നിങ്ങളായിട്ട് തന്നെ വിജയിക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം തന്നെയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോലിയൊക്കെ നിങ്ങൾ ചിലവർ നഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ ഫിനാൻഷ്യലി സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു ഞെരുക്കം, ഒരുപാട് സ്ട്രഗിളിങ്, ഇപ്പൊ ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പണം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാനുള്ളവരോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഭയങ്കരമായിട്ടൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളിങ് ഒക്കെ നേരിടുന്നവരുണ്ടെങ്കിൽ, ഒരു ആടി ഉലയുന്ന ഒരു അവസ്ഥയിലാണ് ഇതുവരെ പോയിരുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബാലൻസിങ് കൈവരിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ മെയിൻ ആയിട്ട് പറയേണ്ടത്, നിങ്ങൾ ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതും നല്ല ഉയർന്ന സാലറിയോട് കൂടിയ ജോലി ട്ടോ. അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. പെന്റക്കിൾ എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇവിടെയാണെന്നുണ്ടെങ്കിലും പെന്റക്കിൾ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഉയർച്ച, സാമ്പത്തിക ഉയർച്ചയൊക്കെ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ നിന്നും ചതിച്ചിട്ട് പണമൊക്കെ നിങ്ങളിൽ നിന്ന് എടുത്ത് കടന്നു പോയ വ്യക്തികളൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് തന്നെ ഒരു കർമ്മ തിരിച്ചടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പണവുമായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുകളിലേക്ക് നിങ്ങൾക്കൊരു സാമ്പത്തിക ഉയർച്ച കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തെങ്കിലും ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ, ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോട്ടറി ഒക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലവരുടെ കേസിൽ നിങ്ങൾക്ക് കുടുംബപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്വത്തുക്കളോ കാര്യങ്ങളോ ഷെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ളവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ വിൽപ്പനയ്ക്കൊക്കെ ശ്രമിച്ചിട്ട് നടക്കാതെ നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം എല്ലാ രീതിക്കും ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. കോടതിപരമായിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലും കേസിലൊക്കെ നിന്നിട്ട് നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാതെ ചതിയിലൊക്കെ അകപ്പെട്ട് നിങ്ങൾ stuck ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്കൊരു വിജയം കൈവരിക്കാനുള്ള സാധ്യതകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ചതിച്ചു പോയവര്, ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ടും ബന്ധവുമില്ല, റിലേഷൻഷിപ്പുമായിട്ടും ബന്ധവുമില്ല, പക്ഷെ നിങ്ങളെ ചതിച്ച്, നിങ്ങളെ സ്നേഹത്തെ ചതിച്ചു പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, റിലേറ്റീവ്സ് ആയിക്കൊള്ളട്ടെ, ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, അവരൊക്കെ ഒരു ക്ഷമാപണവുമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ഇവിടെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം നിങ്ങളുടെ ബാഡ് കർമ്മ ഇവിടെ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഒരു ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ രീതിക്കുള്ള പോസിറ്റീവ് എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളത് ഒരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാവുകയില്ല. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ എനർജി മുന്നോട്ടേക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു സമയത്ത് മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നുണ്ട്. ആ ഒരു പഴയ കാലം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു നല്ല നല്ല മൊമെന്റ്സ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതിനുശേഷമല്ലേ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു നല്ല നല്ല കാലത്തിലേക്ക് അവരുടെ മനസ്സും ഈ ഒരു സമയത്ത് കടന്നു ചെന്നിട്ട് അവരുടെ ഒരു സേക്രൽ ചക്രയാണെന്നുണ്ടെങ്കിലും ഹേർട്ട് ചക്രയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഓപ്പൺ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യസ്തത കൈവന്നിട്ട് കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റണം. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം, ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നൊക്കെ ആഗ്രഹിച്ച് ആ ഒരു വ്യക്തികളൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. കടന്നു വരിക മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്നതിന് വിജയത്തിന്റെ കാർഡാണ്.
ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വിജയവും ഉണ്ടാകും. എല്ലാ രീതിക്കും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബാലൻസിങ് കൈവരാനായിട്ട് പോകുന്ന ഒരു സമയമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെയായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സമാധാനക്കേട് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ഫ്രസ്ട്രേഷൻ അവസ്ഥ അതൊക്കെ പൂർണ്ണമായും മാറി ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഔട്ട്സൈഡിലേക്ക് അതായത് പുറം രാജ്യത്തേക്കൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് തടസ്സങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഓഫർ ഒക്കെ ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട് ട്ടോ. ഒരു ജോബ് ഓഫർ വരാനുള്ള സാധ്യതയുണ്ട്. അതും പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നമുക്കിവിടെ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആവാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊക്കെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഒരുപാട് ബൗണ്ടറീസ് ഒക്കെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നിങ്ങളുടേതായ ഒരു കംഫർട്ട് സോണിലാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തു വരേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരിക. ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആവുക. ഒന്നിലേക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ അഡിക്ഷനിലേക്ക് ഒന്നും പോവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം. അതിപ്പോ റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ മറ്റെന്ത് കാര്യം ആയിക്കൊള്ളട്ടെ ഒരു ലിമിറ്റിൽ കൂടുതൽ അഡിക്ഷനിലേക്ക് പോവാതിരിക്കുക. കാരണം അത് എപ്പോഴും നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ഒരു എനർജിയിലൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അഡിക്റ്റ് ആവും. അതിപ്പോ സ്നേഹിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ റിലേഷൻഷിപ്പ് മാത്രമല്ല നിങ്ങൾ പെട്ടെന്ന് എല്ലാവരെയും കണ്ണടച്ചൊക്കെ വിശ്വസിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഭയങ്കര രീതിയിലൊക്കെ പറയും നിങ്ങൾ പെട്ടെന്ന് ആരെയും വിശ്വസിക്കില്ല, ഇല്ല ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഒന്ന് mingle ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ട്രസ്റ്റ് വരും നിങ്ങൾക്ക്. അത് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു തിരിച്ചടി വരുന്നത്. അപ്പൊ നിങ്ങളുടേതായ ഒരു കയ്യകലം പാലിച്ച് എല്ലാവരിൽ നിന്നും നിൽക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സ്വയം വെച്ചിരിക്കുന്ന ആ ഒരു ബൗണ്ടറീസ് നിന്നൊക്കെ പുറത്തു വരിക. ഒന്ന് നിങ്ങളൊന്ന് meditation ഒക്കെ ചെയ്യുന്നത് better ആയിരിക്കും. കാരണം നിങ്ങളുടെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനും അതുപോലെ negative thoughts ഭയങ്കര കൂടുതലാണ്. fear ഒക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടിയ വ്യക്തികളാണ്. എപ്പോഴും ആ ഒരു past നെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ അലട്ടുന്നുണ്ട് ഇപ്പോഴും. നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വേദനകൾ തന്നെയായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളിപ്പോ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കാൻ കാരണം. കാരണം അനുഭവിച്ചിരിക്കുന്നവർക്കേ അതിനുള്ള ഒരു pain ന്റെ depth അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തു വരണം. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെയാണ്. ആത്മാർത്ഥമായ ഒരു പ്രണയമാണ്. ഇപ്പൊ വിവാഹമൊക്കെ നോക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിവാഹമൊക്കെ ലവേഴ്സ് എനർജി ആണ്. അതൊരു പ്രണയ വിവാഹമൊക്കെ ആവാനും സാധ്യതകളുണ്ട്. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് പാർട്ട്ണർ കടന്നു വരാനായിട്ട് പോകുന്ന എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. കാരണം ഇവിടെ ഒരു നൊസ്റ്റാൾജിയ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് പരിചയമുള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട്. വിധി എന്നുള്ള രീതിക്ക് നിങ്ങൾ തള്ളിക്കളഞ്ഞ കുറേയധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും attract ആവാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ ഇനി അത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള രീതിക്ക് ഒരു സമയത്ത് ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. manifestation ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ടേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ അത്ഭുതങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കടന്നു വരാനായിട്ട് പോവുകയാണ്. എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഒരു സന്തോഷം ഒരു കോൺഫിഡൻസ് ലെവൽ ഒക്കെ കൂടാൻ പോകുന്ന ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നത്. കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പഴയ രീതിയിലേക്ക് നിങ്ങൾ ഒരു ഊർജ്ജസ്വലരാകാനായിട്ട് പോകുന്നു. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പൂർണ്ണമായിട്ടും ഒന്നും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിക്ക് തന്നെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ രീതിക്കും ഒരു വളർച്ച കടന്നു വരാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നമുക്കിവിടെ എനർജി കിട്ടുന്നത്. ഇവിടെ നമ്മൾ already തന്നെ പറഞ്ഞായിരുന്നു നിങ്ങളുടെ pain എല്ലാം പൂർണ്ണമായിട്ടും death ആവുകയാണ്. അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു rebirth തന്നെയാണ് സംഭവിക്കുന്നത്. അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ കടന്നു വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു reading ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. past നെ കുറിച്ച് ഓർത്തുള്ള fear ഒക്കെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യസ്തത കൊണ്ടുവരിക. മനസ്സിനെ സ്വയം ഒന്ന് heal ചെയ്യിക്കുക. spiritual connection ലേക്ക് കുറച്ചുകൂടെ അടുക്കുക. fear കാര്യങ്ങളൊക്കെ വിട്ട് അതിൽ നിന്നൊക്കെ പുറത്തു വരിക. ആ ഒരു comfort zone ൽ നിന്ന് പുറത്തു വരിക. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. കുറച്ചുകൂടെ ഒന്ന് self love ലേക്ക് focused ആവുക. self love എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ physical appearance ആണെങ്കിൽ പോലും നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നോക്കുക. നന്നായിട്ടൊക്കെ ഒരുങ്ങി നടക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും കൂടെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് manage ചെയ്യുന്നത് നിങ്ങളിലേക്കുള്ള ആ ഒരു energy നെ increase ചെയ്യാനായിട്ട് ഒരുപാട് helpful ആയിരിക്കും. ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ energy increase ആവുക എന്നുള്ളത് മാത്രമല്ല ആ ഒരു energy യിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു good karma start ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ attract ആവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു സമയത്ത് universe ന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന universal guidance എന്താണ് എന്നുള്ളത് കൂടെ നോക്കാം. angels എന്താണ് നിങ്ങളോട് ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നത്?
within the next few months, you are ready. Opportunity. Don't stop. Yes. Meditation brings answers. Peaceful resolution. It's up to you. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് വെയിറ്റ് ആണ്. ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരുപാട് നാളുകളായിട്ടുള്ള മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ, നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ വിട്ട് കളയാൻ വരട്ടെ. ഡോണ്ട് സ്റ്റോപ്പ് ആണ്, നിർത്താൻ വരട്ടെ. നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യൂ. കുറച്ചുകൂടെ എന്ന് പറയുമ്പോൾ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പോലും നിയറസ്റ്റ് ഫ്യൂച്ചർ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നത്, വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പർച്യൂണിറ്റി ആണ്, അവസരങ്ങളുടെ വാതിലുകൾ നിങ്ങളിലേക്ക് തുറക്കപ്പെടുകയാണ്. അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളോ കരിയർ വൈസോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു അവസരങ്ങൾ നിങ്ങളിലേക്ക് തുറക്കപ്പെടാനായിട്ട് പോവുകയാണ്. യു ആർ റെഡി. നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരിക്കൂ. പക്ഷേ മെഡിറ്റേഷൻ തിങ്സ് ആൻസേഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ എനർജിനെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ്ഡ് ആവണം, ഒന്ന് റീചാർജ് ചെയ്യണം. നിങ്ങളെ തന്നെ നിങ്ങൾ റീചാർജ് ചെയ്യണം. ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കരുത് എന്ന് സാരം. സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ നന്നായിട്ട് വരിക. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ മാനിഫെസ്റ്റേഷൻ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളിലേക്ക് അത് അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പീസ്ഫുൾ റെസൊല്യൂഷൻ ആണ്. സമാധാനപരമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുക തന്നെ ചെയ്യും. അതിൻ്റെതായ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് ഉടനെ തന്നെ സാധിക്കും. യെസ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ രീതിയിലും നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ തന്നെയാണ്. ബട്ട് ഇറ്റ്സ് അപ് ടു യു. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ എനർജി നിങ്ങൾ പോവാതെ ശ്രദ്ധിക്കുക. നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിലേക്ക് എഫക്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക, കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നും ശ്രദ്ധിക്കാതെ അനങ്ങാതിരുന്നിട്ട് കാര്യമില്ല. കാരണം എപ്പോഴും താൻ പാതി ദൈവം പാതിയാണ്. നമ്മൾ കുറച്ച് ചെയ്യുമ്പോഴാണ് ബാക്കി ദൈവവും ചെയ്യുന്നത്. അതായത് ഈശ്വരൻ ചെയ്യുന്നത്, യൂണിവേഴ്സ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങളുടെ എനർജിനെ നിലനിർത്തുക എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി വരിക തന്നെ ചെയ്യും. കുറച്ചുകൂടെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാകൂ എന്നുള്ള രീതിക്കാണ് നമുക്കിവിടെ ഗൈഡൻസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗിൽ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് തോന്നാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ വേദനിച്ചിരിക്കുന്നത്? നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ആവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആത്മാവിലേക്ക് തന്നെ, ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വേദനിക്കുന്നത് എന്നുള്ളത്. വേദന കൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും നേടാനായിട്ട് സാധിക്കില്ല. വേദനകൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. പക്ഷെ ആ ഒരു വേദനയിൽ നിന്ന് നമ്മൾ ഒരു പാഠം ഉൾക്കൊള്ളണം. ഇപ്പൊ ഇതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരുപാട് ആളുകൾ നിങ്ങളുടെ അനുഭവിച്ചിരിക്കുന്ന വേദനകളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ട് വന്നിട്ടുണ്ട്. വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ഇപ്പോഴും അവിടെ stuck ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളും കൂടെ ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലൈഫിൽ വന്നിരിക്കുന്ന ഓരോ ലെസൺസും അത് എത്ര പെയിൻഫുൾ ആയ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൽ തന്നെ stuck ആയിട്ട് കിടക്കാതെ അവിടെ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു മുന്നിലേക്കുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മുടെ മനസ്സ് എത്തുന്ന സമയത്ത് എന്തൊക്കെയാണോ നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത് അതെല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റ് ആയി വരും. ആ ഒരു ഡിവൈൻ ടൈമിലാണെന്ന് മാത്രം. അപ്പൊ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ കരിയർ വൈസ് ഫിനാൻഷ്യൽ വൈസ് ഒക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് ഇവിടെ വന്നെത്തി നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഇനി ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്.
ആ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ യൂണിവേഴ്സിനോട് അറിയിക്കുക. അത് കമന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് അറിയിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.